ഹാഷ്മി ഇടതു മുന്നണി ക്യാമ്പിനകത്തുള്ള ഇപ്പോഴത്തെ വിജയ പ്രതീക്ഷ ഈ അസിത നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ഈ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ സ്ത്രീകൾ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നതാണ്. പിന്നെ അവരുടെ ഒരേ ഒരു ആശങ്ക ന്യൂനപക്ഷ വോട്ടുകൾ അപ്പുറത്ത് പോകും. പക്ഷേ ഗോപി, നമ്മൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എനിക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞ കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ശരിയാണ്, അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിംസിന് ഒരു വലിയ ആശങ്ക എന്ന നിലയിൽ ഈ കാലയളവിൽ എന്ത് വിഷയമാണ് വന്നത്? അത് ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളാണ്. അതായത് ദേശീയ തലത്തിലടക്കം വലിയ മൂവ്മെന്റ്സ് ഉണ്ടായ വിഷയങ്ങളാണ്. ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ മറ്റേ നിയമ ഭേദഗതി, FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് രാജ്യം ഒന്നാകെ പോകുന്ന എല്ലാ ഘട്ടങ്ങളിലും അതിന്റെ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നത് ആരാണ്? LDF ആണ്, CPIM ആണ്. അവിടെയാണ് അസിത CPM BJP കൂട്ടുകെട്ട് അല്ലെങ്കിൽ ധാരണ എന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ രാഷ്ട്രീയ പ്രചാരണം ഗുണം ചെയ്തിട്ടുണ്ടാവുക അവർക്ക് അനുകൂലമായിട്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഈ സമരങ്ങളെ ഏറ്റെടുത്ത അത് ശരിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ലക്ഷ്യം ന്യൂനപക്ഷ ധ്രുവീകരണമാണ്. ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ആവശ്യമായ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അത് പാളി. ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്ന വിലയിരുത്തലിൽ അത് കഴിയുമ്പോഴേക്കും ഭൂരിപക്ഷ ധ്രുവീകരണത്തിലേക്ക് സ്ട്രാറ്റജി മാറ്റി എന്ന കേരളത്തിൽ പരക്കെ പൊതുവെ ചർച്ചകളിലൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ഊന്നിക്കൊണ്ട് ഈ പറയുന്ന ആ രീതിയിൽ വെള്ളാപ്പള്ളിയെ കൂടെ ചേർത്തുകൊണ്ട് വെള്ളാപ്പള്ളി കഠിനമായ വർഗീയത പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും തള്ളി പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഇയാൾ തൊഗാടിയുടെ നാവ് സംസാരിക്കരുതെന്ന് മുഖ്യമന്ത്രി കർശനമായ ഭാഷയിൽ പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. VS അച്യുതാനന്ദൻ ഈ പറഞ്ഞ സകലമാന തെരുവുകളിൽ നടന്ന വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത ഭാഷയിൽ പറഞ്ഞ ആളാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി കൂടെ ചേർത്ത് അടക്കം PM ശ്രീ വിഷയത്തിലടക്കം ഈ പറയുന്ന സംശയമായ നിലപാടിലടക്കം ഈ പറഞ്ഞ തൃശൂർ പൂരത്തിന്റെ ADGP MR അജിത്കുമാർ പോയി RS നേതാക്കളെ കണ്ടതിൽ കാണിച്ച മൗനമടക്കം രാഷ്ട്രീയ വ്യക്തതയുള്ള ഈ പറയുന്ന ന്യൂനപക്ഷ മനസ്സുകളിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അത് UDF-ന് വോട്ടായി മാറിയിട്ടുണ്ടോ എന്നാണ് സംശയം. കാര്യം ആക്സിസ് മൈൻഡിന്റെ കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ +17 എന്ന് പറഞ്ഞാൽ അതൊരു NDR വലിയ ന്യൂനപക്ഷ വോട്ടുകളുടെ വർധന കാര്യമായിട്ടില്ല BJP. അതാണ് അങ്ങനെ വരുമ്പോൾ അത് മറ്റൊരു സൂചനയാണ് ഗോപി. ന്യൂനപക്ഷ വോട്ടുകൾ